ഹേ ഗൈസ്, ഇന്നൊരു ഔട്ടിങ്ങിൻ്റെ വിശേഷങ്ങളാണ്. ആദ്യം തന്നെ ഞാൻ പോയത് അമ്പലത്തിലോട്ടാണ്. അമ്പലത്തിൽ പോയപ്പോൾ ഞാൻ ഫോൺ എടുത്തില്ല, ഫ്രണ്ടിൻ്റെ ഫോൺ കൊടുത്തിട്ടാണ് പോയത്. തിരിച്ചു വന്ന് ഫോൺ കിട്ടിയപ്പോൾ തന്നെ വ്ളോഗ് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ അമ്പലത്തിൽ പോകുന്നുള്ളതുകൊണ്ട് ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു. അപ്പം ഇറങ്ങിയപ്പോൾ തന്നെ വിശപ്പിൻ്റെ വെളി വന്നു. അപ്പോൾ നേരെ പോകുന്നൊരു ഹോട്ടലിലോട്ടാണ്. അപ്പോൾ ഞങ്ങൾ സ്ഥിരം കയറുന്നൊരു ഹോട്ടലാണ് കയറിയിരുന്നത്. അവിടെ ചെന്ന് ഞങ്ങൾ സ്ഥിരം ഐറ്റം മസാല ദോശ ഓർഡർ ചെയ്തു. അതും കഴിച്ചുകൊണ്ടിരിക്കെ ചായയും വന്നു. ചായയും കുടിച്ചു അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് എ.ടി.എമ്മിലോട്ടാണ്. എവിടെയെങ്കിലും നല്ല വഴിക്ക് പോകുമ്പോൾ കൈ നിറയെ പൈസ വേണമെന്നാണല്ലോ. അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു വേലത്ത് ഞങ്ങൾ പോകുന്നത് കുറേ പ്രിൻറ്റും കാര്യങ്ങളും ഒക്കെ എടുക്കാനാണ്. അങ്ങനെ അവിടെ അത് കൊണ്ട് കൊടുത്തിട്ട് ഞങ്ങൾ നേരെ ഡിമാർട്ടിലോട്ട് കയറാനാണ് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ഡിമാർട്ട് എത്തി. അവിടെ ഇപ്പോൾ നവരാത്രി സെയിലായതുകൊണ്ട് ഒരുപാട് പൂജ ഐറ്റംസും കാര്യങ്ങളും ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ഇതാണ് വാങ്ങിയത്, റൂമിലേക്ക് വാങ്ങിയതാട്ടോ. പിന്നെ അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് നോക്കുന്നതിന് പ്രത്യേകം പൈസ ചിലവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഞാനൊരു ബോട്ടിൽ വാങ്ങാനാണ് പോയത്. എനിക്കും എൻ്റെ ഫ്രണ്ടിനും ഒരു ബോട്ടിൽ വേണമായിരുന്നു. അങ്ങനെ ബോട്ടിൽ തപ്പാൻ പോകണം. ഇവിടെ ആണെങ്കിൽ നല്ല വിലക്കുറവാണ്, നല്ല ബോട്ടിലും കാര്യങ്ങളും എല്ലാം കിട്ടും. ഇതിനൊക്കെ വെറും 39, 21 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് കുപ്പിയും കാര്യങ്ങളും എല്ലാം. അങ്ങനെ ഞങ്ങൾ ബോട്ടിലെടുത്തു, വെളിയിൽ വന്നു, ഐസ്ക്രീം വാങ്ങി. അവർ ചോക്കോബാർ വാങ്ങി, ഞാനൊരു സ്ട്രോബെറി ഐസ്ക്രീമും വാങ്ങി, ഒരു പോപ്കോൺ വാങ്ങി. അതൊക്കെ ഞങ്ങൾ അവിടെ വെച്ച് തന്നെ കഴിച്ച് തീർത്തിട്ടാണ് തിരിച്ചു വന്നത്. അങ്ങനെ ഞങ്ങൾ ബൈൻഡ് ചെയ്യാനും പ്രിൻ്റ് എടുക്കാനും പേപ്പർ കൊടുത്തിട്ട് പോയ കടയിൽ തിരിച്ചു വന്നു. അവിടെ എത്തിക്കഴിഞ്ഞ് ചുറ്റും നൊസ്റ്റാൾജി ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിങ്ങനെ ഞാൻ മാറി മറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ മുട്ടായൊക്കെ ഭയങ്കര നൊസ്റ്റുമായിരുന്നു. പിന്നെ ഞാൻ ശരിയാക്കാൻ കൊടുത്ത പേപ്പറും കാര്യങ്ങളും എല്ലാം അവിടെ നിന്ന് തന്നെ തിരിച്ച് വാങ്ങിയിട്ട് ഹോസ്റ്റലിലേക്ക് പോന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ.